ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് A1ന്റെ 3rd ചാപ്റ്ററിലെ ഒരു ഗ്രാമർ പോർഷൻ ആണ്. അതായത് ഇമ്പറാറ്റീവ് വിത്ത് സി. എന്താണ് ഇമ്പറാറ്റീവ് വിത്ത് സി എന്നാണെങ്കിൽ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ ആരും മറന്നു പോകരുത്. സോ എന്താണ് ഇമ്പറാറ്റീവ് വിത്ത് സി? നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. Become a registered nurse in Germany. German language coaching A1 to B2 level. Skill development program for the nurses interested to become a registered nurse in Germany. Skill development programs such as human anatomy in German language, German culture, society, geography and economy. Basic German laws which a nurse should know. ചോദിക്കുന്ന ഒരു ടൈലാണ് ഇമ്പറാറ്റീവ് വിത്ത് സി. എന്താണ് ഇമ്പറാറ്റീവ്? മീൻസ് എ സെന്റൻസ് വിത്ത് ഇമ്പറാറ്റീവ് ഗിവ് എ കമാൻഡ്, ഓർഡർ, അഡ്വൈസ് അല്ലെങ്കിൽ റിക്വസ്റ്റ്. നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എക്സ്പ്രസ് ആൻഡ് കമാൻഡ്. ഒരാളോട് ഒരു കമൻറ്റ് ആയിട്ട് നമ്മൾ പറയുക. കമൻറ്റ് അല്ല, കമാൻഡ്. അതായത് ഒരു വ്യക്തിയോട് നമ്മൾ പൊളൈറ്റ് രീതിയിൽ ഒരു കാര്യം നമ്മൾ ഒരാളോട് ചോദിക്കുക. അതാണ് ഇമ്പറാറ്റീവ് എന്ന് അർത്ഥമാക്കുന്ന. അതാണ് എന്താണ് എ സെന്റൻസ് വിത്ത് ഇമ്പറാറ്റീവ് ഗീവ് ആൻ അഡ്വൈസ് ഓർ ഇൻസ്ട്രക്ഷൻ ഓർ എക്സ്പ്രസ് എ കമാൻഡ് ഓർഡർ ഓർ എ റിക്വസ്റ്റ്. നമ്മളിപ്പോൾ ഒരാളോട് ഒരു റിക്വസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കും, അല്ലെങ്കിൽ പൊളൈറ്റ് വേയിൽ ഒരാളോട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ഇമ്പറാറ്റീവ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എക്സാമ്പിൾ നോക്കിയാലായിട്ട്, എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, അതായത് ഇംഗ്ലീഷിലെ കുറച്ച് സെന്റൻസ് നമുക്കിപ്പോൾ കടമെടുക്കാം. അതായത് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡ്രൈ കെയർഫുള്ളി അല്ലേ, അതുപോലെ തന്നെ ക്ലോസ് ദ ഡോർ, അല്ലെങ്കിൽ പറയാം പ്ലീസ് ലിസൺ ടു മീ. ഇതൊക്കെ എന്താണ് ഇമ്പറാറ്റീവിന്റെ എക്സാമ്പിൾ ആണ് ഇൻ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്. എന്താണ് ഡ്രൈ കെയർഫുള്ളി, പ്ലീസ് ക്ലോസ് ദ ഡോർ, പ്ലീസ് ലിസൺ ടു മീ അല്ലെ. ഒരു അഡ്വൈസ് പൊളൈറ്റ് വേയിൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, അല്ലെ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇമ്പറാറ്റീവ് എന്ന് പറയുന്നത്. ഇമ്പറാറ്റീവ് വിത്ത് സി. അതിലെ സി എന്ന് പറയുന്നത് താങ്കളാണ്. അതിൽ എസ് ഷുഡ് ബി ക്യാപിറ്റൽ ആണ്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഷുഡ് ബി എ റെസ്പെക്റ്റീവ് ആയിരിക്കും അല്ലെ. നമ്മൾ റെസ്പെക്റ്റോട് കൂടെ പറയുന്ന ഒന്നായിരിക്കും ഇമ്പറാറ്റീവ് വിത്ത് സി എന്ന് പറയുന്നത്. German language coaching A1, A2, B1, B2. Online, offline and combination of online and offline batches. Crash courses, short-term and long-term batches. Guaranteed results. Morning, day and night batches. Flexible timing options. Affordable packages. ആ ഒരു പ്രത്യേകതയുണ്ട്. സോ ഇമ്പറാറ്റീവിൽ നമ്മളൊരു സെന്റൻസ് പറയുമ്പോൾ ആ സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്, അതായത് ഫസ്റ്റ് പൊസിഷൻ എന്തായിരിക്കും? വെർബ് ആയിരിക്കും. ഫസ്റ്റ് പൊസിഷൻ എന്തായിരിക്കും? വെർബ് ആയിരിക്കും. നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, haben Sie bitte Geduld. Geduld means patience. എന്ന് വെച്ചാൽ haben Sie bitte Geduld അല്ലെ. ഇത് ഹാബൻ എന്നാണ് നമ്മുടെ വെർബ്. വെർബിന്റെ പൊസിഷൻ ഫസ്റ്റ് വന്നു, സബ്ജക്ട് സെക്കൻഡ് വന്നു. അപ്പൊ ഇമ്പറാറ്റീവ് വിത്ത് സിയിലെ സബ്ജക്ട് എപ്പോഴും സി തന്നെ ആയിരിക്കും അല്ലെ. നമുക്ക് രണ്ടാമതൊരു എക്സാമ്പിൾ നോക്കാം. Trinken Sie mehr Wasser. Trinken Sie mehr Wasser എന്ന് വെച്ചാൽ താങ്കൾ ഒരുപാട് വെള്ളം കുടിക്കണം, കുടിക്കുക. നമ്മൾ ഒരാൾക്ക് റിക്വസ്റ്റ് ഓർഡർ അഡ്വൈസ് കൊടുക്കുകയാണ്. ഇവിടെ വെർബിന്റെ പൊസിഷൻ എവിടെയാണ് കിടക്കണേ? ഫസ്റ്റ് പൊസിഷൻ അല്ലെ. അതായത് ട്രിങ്കൻ, സി വരുമ്പോ കോൺജുഗേഷൻ ഇൻ തന്നെയാണ്. സോ ട്രിങ്കൻ സി മാർ വാസർ ഇസ് ഒരു ഇമ്പറാറ്റീവ് ആണ്. ഇനി നമുക്ക്
bitte der Kuli. Geben Sie mir bitte der Kuli. Kuli means pen. Google Schreiber എന്നും പറയാം. So geben Sie mir bitte. Give me please one pen. So geben എന്നതിന്റെ അർത്ഥം to give. So geben എന്ന വെർബിന്റെ പൊസിഷൻ എവിടെയാണ് കിടക്കുന്നത്? ഫസ്റ്റ് പൊസിഷൻ. സോ ഇതൊരു ഇമ്പറാറ്റീവ് ആണ്. Please give me one pen. അല്ലെങ്കിൽ ചോദിക്കാം geben Sie mir bitte das Buch. എനിക്ക് ബുക്ക് ഒന്ന് തരാമോ? geben Sie mir bitte das Buch. So geben എന്ന വെർബിന്റെ അർത്ഥം എന്താണ്? To give. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എപ്പോഴും സി ആയിരിക്കും. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇമ്പറാറ്റീവ് വിത്ത് സി എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ വെർബിന്റെ പൊസിഷൻ ഫസ്റ്റ് ആയിരിക്കണം. സെക്കൻഡ് പൊസിഷൻ ഇറ്റ് ഷുഡ് ബി സബ്ജക്റ്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇന്നത്തെ എൻ്റെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, tschüss, auf Wiedersehen, vielen Dank. German Language Foundation course just for rupees 499. Course duration daily 90 minutes and in 10 sections. Course contents: alphabets, numbers 0 to 100 million, how to introduce oneself, countries and languages in German language, German for day-to-day usages such as greetings, months, objects, foods, etc.